ഫുട്ബോൾ സംഘർഷത്തിൽ വിസിക്കെതിരെ സർവകലാശാല സിൻഡിക്കേറ്റ്. വിസിയുടേത് ഏകപക്ഷീയമായ നടപടി. രജിസ്ട്രാറെ ഒറ്റപ്പെടുത്താൻ അനുവദിക്കില്ല. വിഷയം ചർച്ച ചെയ്യാൻ യോഗം വിളിക്കണമെന്നും സിൻഡിക്കേറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നു. വി അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഈ രജിസ്ട്രാറുടെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് വിമർശിച്ചുകൊണ്ട് രംഗത്തേക്കെത്തിയ വിസിക്കെതിരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ രംഗത്തെത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ സിൻഡിക്കേറ്റും വലിയ വിമർശനവുമായി രംഗത്തേക്ക് എത്തുകയാണ്. യോഗം വിളിക്കണമെന്നുള്ളതാണ് അവരുടെ ആവശ്യമല്ലേ? സിൻഡിക്കേറ്റ് രജിസ്ട്രാറിനൊപ്പം നിൽക്കുകയാണ്. നേരത്തെ കഴിഞ്ഞ കുറെ നാളുകളായി സർവകലാശാലയുടെ സാഹചര്യം അത് തന്നെയാണ്. സിൻഡിക്കേറ്റ് രജിസ്ട്രാറും ഒരു വശത്തും വിസി തുറന്നവർക്ക് വേണ്ടി മറുവശത്തും. ഇതാണ് കഴിഞ്ഞ കുറെ നാളുകളായി സർവകലാശാലയുടെ ബലാബലം. ഏതായാലും വിസിക്കെതിരെ ലക്ഷ്യമിട്ടുള്ള രജിസ്ട്രാർക്കെതിരെ ലക്ഷ്യമിട്ടുള്ള നടപടി ലക്ഷ്യമിട്ടുള്ള ഒരു മറുപടിയാണ്, വിശദീകരണമാണ് നേരത്തെ റിപ്പോർട്ട് രൂപത്തിൽ വിസി ഗവർണർക്ക് നൽകിയത്. രജിസ്ട്രാറുടെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ടായി, ഗവർണറുടെ അനാദരവ് കാട്ടി എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് നൽകിയത്. അവിടെ ഇപ്പോൾ രജിസ്ട്രാർക്ക് പിന്തുണയുമായി എത്തുകയാണ് സിൻഡിക്കേറ്റ്. CPM-ന് സ്വാധീനമുള്ള മുൻതൂക്കമുള്ള സിൻഡിക്കേറ്റാണ് കേരള സർവകലാശാലയുടേത്. അവർ പൂർണ്ണമായി രജിസ്ട്രാറിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടുമാണ് രംഗത്ത് വരുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യാൻ സർവകലാശാലയുടെ സെനറ്റ് ഹാൾ ഇത്തരം ഒരു പരിപാടിക്ക് അനുവദിച്ച് ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്നാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യം. ഈ ആവശ്യം വിസിയോട് മുന്നോട്ട് വച്ചിട്ടുമുണ്ട്. ശക്തമായ അതായത് വിസി എതിർത്ത് ശക്തമായ നിലപാടെടുക്കാൻ തന്നെയാണ് സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനം. രാവിലെ 10 മണിയോടുകൂടി സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. വി അരുണാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.